2023 നിയമപ്രകാരം എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കണം. അത് മാത്രമല്ല 543 സീറ്റിൽ 2023 വനിതാ സംവരണ ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തി. यार हट दो यार, इतना धक्का मत पीछे हटो। आरक्षण लागू करो। ओ लागू करो, लागू करो, लागू करो, लागू करो। विरोधी भाजपा मुर्दाबाद, मुर्दाबाद, मुर्दाबाद। भाजपा मोदी महिला विरोधी भाजपा सरकार मुर्दाबाद, मुर्दाबाद, मुर्दाबाद। हाँ, दूसरी ले लो। രണ്ടായിരത്തി 2023 നിയമം പാസ്സാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം. 2023 നിയമപ്രകാരം എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കണം. അത് മാത്രമല്ല 543 സീറ്റിൽ 1/3 റിസർവേഷൻ എന്ന് പറയുമ്പോൾ 188 സീറ്റ് വനിതകൾക്ക് ഇപ്പോൾ റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതഗതിയിൽ ആരംഭിക്കണം. ഇത് ഇത്രയും വർഷങ്ങളായി ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളുമായി BJPയും നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടത്തിയ പ്രസംഗം 29 മിനിറ്റ് പ്രസംഗത്തിൽ 58 തവണയാണ് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു അവരുടെ സമീപനം കോൺഗ്രസിനെതിരെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ്, അതെല്ലാം സ്ത്രീകൾ മനസ്സിലാക്കും, ജനങ്ങൾ മനസ്സിലാക്കും. ഇവരുടെ പൊള്ളയായ ഇവരുടെ ഈ തട്ടിപ്പ് ജനം മനസ്സിലാക്കും. ഇന്ത്യയിലെ സ്ത്രീകൾ വിഡ്ഢികളല്ല എന്നുള്ളത് നരേന്ദ്രമോദിയും മനസ്സിലാക്കണം. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ബംഗാളിൽ ഇപ്പോൾ വലിയ പ്രചാരണമാണ്
പ്രതിപക്ഷത്തിനെതിരെ മോദി അടക്കമുള്ള നേതാക്കൾ സംഘടിപ്പിക്കുന്നത് അതിനെ എങ്ങനെയായിരിക്കും ഒരു പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷം കാണുന്നത്? എങ്ങനെയായിരിക്കും? അല്ല, ജനങ്ങൾക്കറിയാലോ 2014 മുതൽ ഭരണത്തിലിരിക്കുന്നവർ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ഇലക്ഷന്റെ തലേ ദിവസം വന്നിട്ടാണ് ഒരു ബില്ല് കൊണ്ടുവരേണ്ടത്. അവർക്ക് എന്ന് മുതലേ കൊണ്ടുവരുന്നത് ആബ്സല്യൂട്ട് മെജോറിറ്റിയാണ് 2014 19 അവർക്ക് ഉണ്ടായിരുന്നത്. 2023 കൊണ്ടുവന്ന ബില്ലിൽ പോലും അവർ ഈ സെൻസസും ഡീലിമിറ്റേഷനും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അത് അപ്പോൾ തന്നെ നടപ്പിലാക്കാമായിരുന്നു. 2024 നടപ്പിലാക്കാമായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നരേന്ദ്രമോദിയുടെയും BJPയുടെയും കുതന്ത്രങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.